നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥ ഭാരത കഥാമൃതം. മഹാഭാരത സംഗ്രഹം. കടപ്പാട് സിസായി പബ്ലിക്കേഷൻസ്, പൽക്കുളങ്ങര. ഇന്ന് കേൾക്കാൻ പോകുന്നത് ഇന്ദ്രപ്രസ്ഥത്തിൽ. അപ്പോൾ കഥയിൽ ചോദ്യമില്ല, നമുക്ക് കേൾക്കാം. ഇന്ദ്രപ്രസ്ഥത്തിൽ പാണ്ഡവന്മാർ അരക്കില്ലത്തിൽ നിന്ന് രക്ഷപ്പെട്ടതും ശക്തനായ ദ്രുപദന്റെ പുത്രി കൃഷ്ണയെ വേട്ടതുമറിഞ്ഞപ്പോൾ ദുര്യോധനന് അസഹ്യമായ അസൂയ തോന്നി. പന പോലെ വളരുന്ന പാണ്ഡവന്മാരെ ഉന്മൂലനം ചെയ്യാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ഉപജാപക വൃന്ദവുമായി ആലോചന ആരംഭിച്ചു. വിതുരർ ധൃതരാഷ്ട്രനെ കണ്ട് പാഞ്ചാലി സ്വയംവരത്തിൽ കുരുവംശ കുമാരന്മാർ വിജയം നേടിയെന്നറിയിച്ചു. പന്തയത്തിൽ ജയിച്ചതും പാഞ്ചാലിയെ വേളി കഴിച്ചതും ദുര്യോധനനായിരിക്കുമെന്ന് ധൃതരാഷ്ട്രർ കരുതി. ദുര്യോധനനല്ല, അർജുനനാണ് വിജയിച്ചതെന്ന് വിതുരർ വിശദീകരിച്ചു. ജാള്യതയും അസൂയയും മറച്ചുവെച്ച് ധൃതരാഷ്ട്രർ സന്തോഷം പ്രകടിപ്പിച്ചു. പാണ്ഡവന്മാരെ അഭിനന്ദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. ധൃതരാഷ്ട്രന് നല്ല ബുദ്ധിയുണ്ടല്ലോ എന്ന് വിതുരർ കരുതി. ഈ മനസ്സും ബുദ്ധിയും എന്നും ഉണ്ടായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. വിതുരർ പോയ ശേഷം ദുര്യോധനൻ കർണനുമൊത്ത് ധൃതരാഷ്ട്രരുടെ അടുത്തെത്തി. അദ്ദേഹം പാണ്ഡവന്മാരുടെ അഭ്യുദയത്തിൽ സന്തോഷിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്തതിൽ സങ്കടപ്പെട്ടു. തൻ്റെ ശത്രുക്കളായ പാണ്ഡവന്മാരോട് അച്ഛൻ കാട്ടുന്ന സ്നേഹം തൻ്റെ നാശത്തിന് കാരണമാകുമെന്ന് പരാതി പറഞ്ഞു. ധൃതരാഷ്ട്രർ മകനെ ആശ്വസിപ്പിച്ചു. വിതുരർ പാണ്ഡവപക്ഷപാതിയാണ്. ഉള്ളു തുറന്ന് അയാളോടൊന്നും പറഞ്ഞുകൂടാ. വിതുരരുടെ പ്രീതിക്ക് വേണ്ടി മാത്രമാണ് പാണ്ഡവന്മാരെ അഭിനന്ദിച്ചതും അനുഗ്രഹിച്ചതുമെല്ലാം. അച്ഛന് പുത്രന്മാരെക്കാൾ വലുതോ സഹോദരപുത്രൻ? ഒടുവിൽ ഇപ്രകാരം പറഞ്ഞു: എനിക്ക് നിങ്ങളുടെ അഭിപ്രായം തന്നെയാണ് ഇനിയും. നാം എന്തു വേണ്ടതെന്ന് എല്ലാവരുമായി ആലോചിച്ച് തീരുമാനിക്കുക. ധൃതരാഷ്ട്രർ, ഭീഷ്മർ, ദ്രോണർ, വിതുരർ, മന്ത്രിമാർ തുടങ്ങിയവരെ വരുത്തി കാര്യാലോചനകൾ നടത്തി. ദുര്യോധനൻ, കർണൻ, ശകുനി എന്നിവരുമായി ആലോചിച്ചു. കുന്തിപുത്രന്മാരെല്ലാം മാദ്രീപുത്രന്മാരെയും തമ്മിൽ കലഹിപ്പിക്കുക. ദ്രുപദനെയും പുത്രനെയും പാണ്ഡവന്മാർക്കുമെതിരാക്കുക. പാഞ്ചാലിയെയും പാണ്ഡവന്മാരെയും തമ്മിൽ അകറ്റുക. പാഞ്ചാലിയുടെ പേരിൽ പാണ്ഡവന്മാരെ തമ്മിൽ അസൂയലക്കളാക്കി മാറ്റുക. കരുത്തനായ ഭീമനെ ചതിച്ചു കൊല്ലുക. ഇങ്ങനെ പല വഴികളും ദുര്യോധനൻ ആലോചിച്ചു. കർണൻ ദുര്യോധനൻ പറഞ്ഞതിനെല്ലാം ശക്തിയായി എതിർത്തു. എല്ലാം വെറും പകൽക്കിനാവുകൾ മാത്രമെന്ന് പരിഹസിച്ചു. ഫലപ്രദവും പ്രായോഗികവുമായ ഒരു നിർദ്ദേശം കർണൻ നൽകി. കൊണ്ട് പാണ്ഡവന്മാരെ കീഴടക്കുക. കർണന്റെ അഭിപ്രായം ശരിയാണെന്ന് ധൃതരാഷ്ട്രം അംഗീകരിച്ചു. പക്ഷേ പാണ്ഡവന്മാർക്കെതിരെ പെട്ടെന്ന് യുദ്ധം പ്രഖ്യാപിക്കാൻ പ്രയാസമുണ്ട്. ഭീഷ്മർ, ദ്രോണർ തുടങ്ങിയ ആചാര്യന്മാരുടെ അനുവാദങ്ങളും സഹായവും കൂടി ലഭിക്കണം. അതിനുള്ള മാർഗം അന്വേഷിക്കണം. ഭീഷ്മർ ദൃഢസ്വരത്തിൽ ധൃതരാഷ്ട്രരോട് പറഞ്ഞു. എനിക്ക് ധൃതരാഷ്ട്രനും പാണ്ഡവും ഒന്നുപോലെയാണ്. അങ്ങനെ തന്നെ ദുര്യോധനനും. യുധിഷ്ഠിരനെയും ഗാന്ധാരിപുത്രന്മാർക്കും കുന്തിപുത്രന്മാർക്കും ഒന്നുപോലെ അവകാശപ്പെട്ടതാണ് ഈ രാജ്യം. ആരും ആരോടും യുദ്ധം ചെയ്യേണ്ടതില്ല. യുദ്ധത്തോട് എനിക്ക് യോജിക്കാനും ആകുന്നില്ല. പിന്നീട് ഭീഷ്മർ യുദ്ധത്തിന് വ്യഗ്രത കാട്ടുന്ന ദുര്യോധനോടായി പറഞ്ഞു: അല്ലയോ ദുര്യോധന, ഈ രാജ്യം നീ അവകാശപ്പെടുന്നത് പോലെ തന്നെ യുധിഷ്ഠിരനും അവകാശപ്പെടാം. നിങ്ങൾ തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. അവർക്ക് അവകാശപ്പെട്ട പകുതി രാജ്യം അവർക്ക് നൽകി സഖ്യത്തിൽ കഴിയുക. അതത്രേ കുരുകുലത്തിന് നന്മ. ദ്രോണർക്കും അതേ അഭിപ്രായമായിരുന്നു. അർദ്ധരാജ്യം പാണ്ഡവർക്ക് നൽകി ശത്രുത തീർക്കുക. ഇരുകൂട്ടരും സ്നേഹിച്ചും സഹകരിച്ചും കഴിയുക. ഒന്നിച്ചു നിന്നാൽ കുരുക്കളെ യജിക്കാൻ ഒരുത്തിനുമുണ്ടാകില്ല. വൃദ്ധന്മാരുടെ അഭിപ്രായങ്ങൾ കർണനെ ചൊടിപ്പിച്ചു. ഏവർക്കും വലത് രാജ്യമാണ്, ആത്മാഭിമാനമല്ല. കർണൻ തുറന്നു പറഞ്ഞു. വിധിയുണ്ടെങ്കിൽ രാജ്യം ലഭിക്കൂ. വിധിയില്ലെങ്കിൽ ലഭിച്ചാലും ഫലപ്പെടുകയില്ല. അർഹതയുണ്ടെങ്കിൽ അത് ആർക്കും അപഹരിക്കാനും സാധ്യമല്ല. അതിനുദാഹരണങ്ങളായി ചില കഥകളും പറഞ്ഞു കേൾപ്പിച്ചു. കർണന്റെ വാക്കുകൾ ദുര്യോധനർക്ക് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം കോപമടക്കാനാവാതെ ദുര്യോധനോടായി പറഞ്ഞു: ഞാൻ നല്ലത് പറഞ്ഞു. ഹിതമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അഹിതമെങ്കിൽ ഉപേക്ഷിക്കുക. പക്ഷേ ഒന്നോർമ്മിപ്പിക്കുന്നു: കുരുവംശം മുടിയാൻ കാലം അടുത്തിരിക്കുന്നു.
വിദ്വാനായ വിതുരർ ധൃതരാഷ്ട്രനോട് വിനയാന്വിതനായി പറഞ്ഞു, ഭീഷ്മ ദ്രോണാദികളുടെ അഭിപ്രായം അവഗണിച്ചുകൂടാ. പ്രായവും അറിവും അനുഭവ സമ്പത്തുമുള്ളവരാണവർ. അവർ അങ്ങയുടെ ആത്മമിത്രങ്ങളുമാണ്. പാണ്ഡവന്മാരുടെ ശക്തിയും ബന്ധുബലവും നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കൃഷ്ണൻ അവർക്കെപ്പോഴും തുണയായുണ്ടാവും. അവരോടുള്ള വൈര്യം ആപൽക്കരവും സഖ്യം ശ്രേയസ്സുമായിരിക്കും. ധൃതരാഷ്ട്രർ ഒട്ടുനേരം ചിന്തയിലാണ്ടിരുന്നു. ഒടുവിൽ ശാന്തനായി പറഞ്ഞു, എനിക്ക് ദുര്യോധനെ പോലെ തന്നെ യുധിഷ്ഠിരനും പ്രിയപ്പെട്ടവനാണ്. രണ്ടുപേരും എൻ്റെ പുത്രന്മാർ. രണ്ടുപേരും രാജ്യത്തിന് അവകാശികളുമാണ്. അർദ്ധരാജ്യം ദുര്യോധനൻ എടുക്കട്ടെ, അർദ്ധരാജ്യം യുധിഷ്ഠിരനും എടുക്കട്ടെ. വേഗം പാണ്ഡവന്മാരെ പാഞ്ചാല രാജ്യത്തു നിന്നും വരുത്തുക. അവർക്ക് രാജോചിതമായ സ്വീകരണം നൽകുക. വിതുരർ ഹർഷപുളകമണിഞ്ഞു. കാറും കോളും മാറി. പ്രകാശമാനമായ പ്രഭാതം സമാഗതമാകുന്നു. കുരുവംശത്തിൻ്റെ സുകൃതം നശിച്ചിട്ടില്ലെന്ന് കരുതുക. വിതുരർ പാഞ്ചാല രാജ്യത്തെത്തി. പാണ്ഡവന്മാരെ കണ്ടു. ധൃതരാഷ്ട്രൻ്റെ തീരുമാനമറിയിച്ചു. ദ്രുപദനെയും കൃഷ്ണനെയും കണ്ട് വിവരം പറഞ്ഞു. പാണ്ഡവന്മാരെ തിരിച്ചു വിളിച്ചതിൽ ഏവരും സന്തോഷിച്ചു. ധൃതരാഷ്ട്ര ആജ്ഞ അനുസരിക്കുവാൻ കൃഷ്ണൻ പാണ്ഡവരെ പ്രേരിപ്പിച്ചു. അങ്ങനെ എല്ലാവരുടെയും അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടി വിതുരനുമൊത്ത് കുന്തിയും പാഞ്ചാലിയും പാണ്ഡവന്മാരും ഹസ്തിനപുരിയിലേക്ക് യാത്രയായി. കൗരവന്മാർ നഗര അതിർത്തിയിൽ വെച്ച് പാണ്ഡവന്മാർക്ക് രാജോചിതമായ വരവേൽപ്പ് നൽകി. പാണ്ഡവന്മാരുടെ തിരിച്ചുവരവിൽ പൗരന്മാർ ആഹ്ലാദിച്ചു. അങ്ങനെ അവിടെ താമസിക്കെ ഒരു ദിവസം ധൃതരാഷ്ട്രർ ദുര്യോധനോട് ഇപ്രകാരം പറഞ്ഞു, അർദ്ധരാജ്യം ഞാൻ നിനക്ക് നൽകിയിരിക്കുന്നു. നിങ്ങൾ ഖാണ്ഡവപ്രസ്ഥത്തിൽ പോയി സുഖമായി വസിക്കുക. കൃഷ്ണൻ്റെ നേതൃത്വത്തിൽ പാണ്ഡവന്മാർ ഗാണ്ഡവപ്രസ്ഥത്തിലേക്ക് താമസം മാറ്റി. വൻകാടുകൾ വെട്ടി നീക്കി അവർ അവിടെ ഒരു നഗരം പണിതുയർത്തി. കോട്ടകളും കെട്ടിടങ്ങളും തീർത്തു. മണി മന്ദിരങ്ങളും ഗോപുരങ്ങളും കണ്ണാടിപ്പുരകളും ചിത്രശാലകളും കുളങ്ങളും തടാകങ്ങളും ഉദ്യാനങ്ങളും വല്യഗൃഹങ്ങളുമെല്ലാം നിർമ്മിച്ചു. ഖാണ്ഡവപ്രസ്ഥം ഇന്ദ്രപുരി സദൃശ്യമായി തീർന്നു. അതിന് ഇന്ദ്രപ്രസ്ഥമെന്ന നാമവും നൽകി. യുധിഷ്ഠിരൻ ധർമ്മനീതികൾക്കൊത്ത് പ്രശസ്തമാം വിധം രാജ്യപരിപാലനം ചെയ്തു പോന്നു. അക്കാലത്ത് നാനാദേശങ്ങളിൽ നിന്നും വാണിജ്ഞരും പണ്ഡിതന്മാരും വിവിധ ഭാഷാ വിദഗ്ധന്മാരും ബ്രാഹ്മണരുമെല്ലാം അവിടെ എത്തി താമസം ഉറപ്പിച്ചു. രാജ്യം ഉത്തരോത്തരം ഐശ്വര്യസമൃദ്ധമായി. പാണ്ഡവന്മാരെ ബലരാമനെ ഏൽപ്പിച്ചു കൃഷ്ണൻ ദ്വാരകയിലേക്ക് മടങ്ങി. നമസ്കാരം.